തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ സർവകലാശാലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VC കടുത്ത നിലപാടിലേക്ക് പോവുകയാണ് കേട്ട. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള സർവകലാശാലയിൽ കടുപ്പിച്ച വൈസ് ചാൻസലർ. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറരുതെന്ന് KS അനിൽകുമാറിന് കത്ത്. ഓഫീസ് കൈകാര്യം ചെയ്താൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ. SFI പ്രതിഷേധത്തിൽ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു VC. സർവകലാശാല വളപ്പിനും മന്ദിരത്തിനും നാശനഷ്ടമുണ്ടായി. അക്രമിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉചിതമായ നടപടി വേണമെന്നും കത്തിൽ പറയുന്നു. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, രാജ്ഭവന്റെ നിർദ്ദേശം അനുസരിച്ചാണ് VC ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ VC കടുപ്പിക്കുകയാണ്. ഇത് മോഹൻ കുന്നുമേൽ ചാർജ് ഏറ്റെടുക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സിസ തോമസ് നടപടി കടുപ്പിക്കുന്നത്. മാത്രമല്ല, റിമാൻഡിൽ കഴിയുന്ന ഈ SFI പ്രവർത്തകർക്കെതിരെ വലിയ വകുപ്പുകൾ ചുമത്താനാണ് VCയുടെ നീക്കം. മന്ദിരത്തിനും കെട്ടിടത്തിനും ഒക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചു. ഇവരൊരിക്കലും പുറത്തിറങ്ങരുത് എന്ന മട്ടിലാണ് VCയുടെ ഇപ്പോൾ പരാതി പോയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രജിസ്ട്രാർക്ക് കത്തും നൽകിയെന്നറിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ റോഷി? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അനിൽകുമാർ. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് രജിസ്ട്രാർ KS അനിൽകുമാറിനാണ് ഇങ്ങനെ കത്ത് നൽകിയത്. രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കാൻ പാടില്ല, ഓഫീസ് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കത്ത് നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇനി ഓഫീസ് ഉപയോഗിക്കുകയാണെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി കത്തിലുണ്ട്. ഏതായാലും നേരത്തെ സിൻഡിക്കേറ്റ് KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത തീരുമാനം പിൻവലിച്ചിരുന്നു. പക്ഷേ അത് ആ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കണമെന്ന ഒരു നിലപാടാണ് നിലവിലുള്ള വൈസ് ചാൻസലർ സിസ തോമസിനുള്ളത്. ഈ കാര്യം ഗവർണറെ, ചാൻസലർ കൂടിയായ ഗവർണറെ കത്ത് മുഖാന്തരം തന്നെ അത് വിശദീകരണം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നേടിയപ്പോഴാണ് ഗവർണർക്ക് കത്ത് മുഖാന്തരം അങ്ങനെ സിൻഡിക്കേറ്റ് അത് അയോഗ്യമാണ് എന്ന കാര്യം സിസ തോമസ് അറിയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ അടക്കം രജിസ്ട്രാർ KS അനിൽകുമാർ രജിസ്ട്രാറുടെ ഓഫീസിലെത്തി ജോലിയിൽ വ്യാപൃതനാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇങ്ങനെ ഒരു കത്ത്. മറ്റൊന്ന് DGPക്ക് നൽകിയ കത്താണ്. അതിൽ ഇന്നലെ നടന്ന SFIയുടെ പ്രതിഷേധ മാർച്ചിൽ വലിയ നാശനഷ്ടം കേരള സർവകലാശാലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കടുത്ത നടപടി വേണം, കേസ് രജിസ്റ്റർ ചെയ്ത് SFI പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ്. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. അങ്ങനെയെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണം. ഇന്നലെ തന്നെ ഏതാണ്ട് 22 SFI പ്രവർത്തകർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള 22 പേരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡിലാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന് DGP നിർദ്ദേശം കൂടി നൽകണമെന്ന ആവശ്യമുയർന്നു. ഏതായാലും കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് സിസ തോമസ്. സിസ തോമസിന്റെ കാലാവധി കഴിയുകയാണ്. ചുമതല നൽകിയ ആ കാലാവധി കാരണം മോഹൻ കുന്നുമൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചുമതലയേൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. കാരണം പൊതുമണി മുടക്കാണ്. ഒരുപക്ഷെ DYFI കൂടെ സമരം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ക്രമസമാധാന പ്രശ്നം കൂടി കണക്കിലെടുത്ത് ഇന്ന് വരുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും വരികയാണെങ്കിൽ സ്വാഭാവികമായും DYFIയുടെയും SFIയുടെയും പ്രതിഷേധം ഉറപ്പാണ്. SFI പ്രഖ്യാപിച്ചു സമരം, DYFIയും പ്രഖ്യാപിച്ചു. അത് വൈസ് ചാൻസലർക്കെതിരെ മാത്രമല്ല, ഗവർണർക്കെതിരെയുള്ള സമരം കൂടി SFIയും DYFIയും പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വരും ദിവസങ്ങളിലും കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം ഉറപ്പായും ശക്തമായി തന്നെ കടുപ്പിക്കുകയാണ് എന്നുള്ളത് ഉറപ്പാണ് റോഷി. എന്തായാലും കാര്യങ്ങൾ അങ്ങനെ എത്ര എളുപ്പം പരിഹരിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി മോഹൻ കുന്നുമേൽ കൂടി ചുമതല ഏറ്റെടുക്കുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവും. DYFI കൂടി സമരരംഗത്തേക്ക് വരികയാണ്. നാളെയും ഇന്നലെ നമ്മൾ ആസ്ഥാനത്ത് എങ്ങനെയാണോ സർവകലാശാല ആസ്ഥാനത്ത് കണ്ടത്, സമാനമായ രീതിയിലുള്ള പ്രതിഷേധം SFIയുടെയും DYFIയുടെയും ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവും. സമര വേലിയേറ്റങ്ങളുടെ ദിവസമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നിശ്ചയം.